പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് ബന്ദികളാക്കിയവരിൽ 104 പേരെ മോചിപ്പിച്ചു. 100-ലേറെ പേർ ഇപ്പോഴും ബന്ദികളായി തുടരുകയാണ്. ഇതിനിടെ 16 ഭീകരരെ വധിച്ചതായി പാക് സൈന്യം അറിയിച്ചു. ആക്രമണത്തിൽ 30-ലധികം സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ബലൂചിസ്ഥാനിൽ സായുധ സംഘമാണ് ജാഫർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിയെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അപർണ കുറുപ്പ്. അപർണ, വലിയൊരു ഓപ്പറേഷനായിരുന്നു സൈന്യത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. കാരണം 208 പേരാണ് ആ ട്രെയിനിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ബന്ദികളായി ബാക്കിയുള്ളവർ സുരക്ഷിതരാണോ? ശ്രീജ, ഇതിന്റെ കണക്ക് എത്ര പേർ ട്രെയിനിലുണ്ടായിരുന്നു എന്നതടക്കമുള്ള കണക്കുകളിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. 450 യാത്രക്കാരെന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ പറയുന്നത്. അത്രയും 500-നടുത്ത ആൾക്കാരുണ്ടായിരുന്നു ജാഫർ എക്സ്പ്രസിൽ. 9 ബോഗികൾ ഉണ്ടായിരുന്നു അതിലായി ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ 104 പേരെ മോചിപ്പിച്ചു എന്നുള്ള കണക്ക് വരുമ്പോൾ ഇപ്പോൾ എത്ര പേരുണ്ട് അതിനകത്ത് എന്നുള്ള ചോദ്യത്തിൽ 214ഓളം പേർ ഇപ്പോഴും ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാൻ ലോക്കൽ പോലീസ് വ്യക്തമാക്കുന്നത് അങ്ങനെയല്ല. 35 യാത്രക്കാർ മാത്രമാണ് ഇപ്പോൾ ബന്ദികളായിട്ടുള്ളത്. 350ഓളം പേരെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര പേരാണ് ഇതിനകത്തുള്ളതെന്നറിയില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില ബന്ദികളെയുമായിട്ട് പർവ്വത നിരകളിലേക്ക് കടന്നിരിക്കുകയാണ് BLA ബലൂചിസ്ഥാൻ ഓപ്പറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA കടന്നിരിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിൽ എത്ര പേരാണ്? മാത്രമല്ല ഈ സൈനിക ഓപ്പറേഷൻ തുടരുകയാണെങ്കിൽ ബന്ദികൾ 10 പേരെ വധിക്കും എന്ന് BLA പറഞ്ഞിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ട് മണിക്കൂറുകളായി. ആ തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമില്ല. ഈ 214 പേർ ഇപ്പോൾ ഉണ്ട്, കസ്റ്റഡി അല്ലെങ്കിൽ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്ത് സൈനിക ഉദ്യോഗസ്ഥരുമുണ്ട്. 104 പേർ പുറത്തിറങ്ങി വരുമ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജീവഹാനി ഉണ്ടായിട്ടുണ്ടോ? ഈ 500 പേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ അതേത് തരത്തിലാണ് എന്നുള്ളൊരു വിഷയം ഒക്കെ ചോദ്യചിഹ്നമാണ്. പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കണക്കുകൾ പുറത്തു വരാൻ, വ്യക്തമായിട്ടുള്ള കണക്കുകൾ, ജീവഹാനി അടക്കമുള്ള കണക്കുകൾ കൂടുതൽ വ്യക്തമായിട്ട് പുറത്തു വരാൻ സമയമെടുക്കും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത്. ഈ BLAയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഗോൾഡ്, അതോടൊപ്പം തന്നെ കോപ്പർ ഖനികളുമായിട്ട് ബന്ധപ്പെട്ട് ചൈന പോലും പിടിമുറുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. അത്തരത്തിൽ ഈ പുറത്തുനിന്നുള്ള സഹായം ഈ ആർമിക്ക്, BLAക്ക് കൂടുതൽ ലഭിച്ചിട്ടുണ്ടോ? പാകിസ്ഥാന്റെ സാമ്പത്തിക നില പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് കൂടിയാണ് ഈ ബലൂചിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ഒരു ട്രെയിൻ തട്ടിയെടുക്കലിലേക്ക് അവർക്ക് എളുപ്പത്തിൽ കടന്നതും. പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ഇടപെടാൻ കുറച്ച് സമയത്തിനു ശേഷമാണ് കഴിഞ്ഞത്. പർവ്വതനിരയിലാണ് ഇത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് സൈന്യത്തിന് അങ്ങോട്ട് എത്തുക ബുദ്ധിമുട്ടാണ്. അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതി കൂടിയാണ്. അപ്പോൾ ഈ തരത്തിലാണ് 30 സൈനിക ഉദ്യോഗസ്ഥർ മരിച്ചിട്ടുണ്ട്, 16 വിഘടനവാദികൾ, മിലിറ്റൻസ് മരിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ കണക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. എത്ര പേർ ഇപ്പോഴും ബന്ദികളായിട്ടുണ്ട്? 104 പേർ മോചിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇപ്പോഴും എത്ര പേർ ബന്ദികളായി തുടരുന്നുണ്ട് എന്നുള്ള വിവരമൊക്കെ ഇനിയും സ്ഥിരീകരിക്കാൻ ബാക്കി കിടക്കുന്നു. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.